തവണ മുങ്ങി പൊങ്ങുമ്പോഴും ഈ 6 തവണയും തൻ്റെ ദേഹത്ത് ഈ മനുഷ്യൻ നോക്കുന്നുണ്ട്, ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ 7ാമത്തെ തവണ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുമ്പോൾ ഒരു പാലകന്റെ ശരീരം പോലെ നല്ല സ്കിന്നായി. ഈ നയമാൻ ഒരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചു: ഇസ്രായേലിന്റെ ദൈവമായ യഹോവയല്ലാതെ വേറൊരു ദൈവം ഇല്ല. ആ രാജ്യത്തിലെ മുഴുവൻ ആളുകളിലും ഇതെത്തുകയാണ്. ഇതിന് ദൈവം ഉപയോഗിച്ചത് ഒരു വലിയ പാസ്റ്ററെ അല്ല, ഒരു പ്രവാചകനെ അല്ല, ഒരു വീട്ടു ജോലിക്ക് നിൽക്കുന്ന പെങ്കൊച്ചിനെ. ഇന്ന് നിന്റെ കുടുംബം നീ നോക്കണ്ട, നിന്റെ മതം നീ നോക്കണ്ട, നിന്റെ സാഹചര്യം നീ നോക്കണ്ട, നിന്റെ കഴിവ് നീ നോക്കണ്ട. അറിഞ്ഞ സത്യം അറിയിക്കാൻ തയ്യാറായ ദേശത്തിൽ, രാജ്യത്തിൽ ദൈവം നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഒരു വിടുതലിലേക്ക് നയിക്കാൻ, നമ്മെ ദൈവത്തിന് കരുതാൻ, നമുക്ക് വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കാൻ ദൈവം ചിലരെ ഒരുക്കും. They are our destiny helpers. Amen. Jesus. ദൈവത്തിന് നമ്മളെ എത്തിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിന് നമ്മളെ എത്തിക്കാൻ, നമുക്ക് കൈതരാൻ, അവിടെ എത്തിക്കാൻ ദൈവം ചില വ്യക്തികളെ നമുക്ക് വേണ്ടി ഒരുക്കും. കൊച്ചു മകളെ കുറിച്ച് പറയാം. ആ മകളെ ഞാൻ കാണുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1, 2, 3 വാക്യം. അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് വലിയ ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. ഈ നയമാൻ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. നയമാൻ എന്ന് പറയുന്ന മനുഷ്യൻ സിറിയ എന്ന രാജ്യത്തിന്റെ ക്യാപ്റ്റനാണ്. അപ്പൊ ഈ മനുഷ്യൻ ഒത്തിരി ഡോക്ടർമാരെ പരിചയമുണ്ട്, ഈ മനുഷ്യൻ ഒത്തിരി പണമുണ്ട്, ഈ മനുഷ്യൻ ഒത്തിരി കഴിവുണ്ട്, ഈ മനുഷ്യൻ ഒത്തിരി കോണ്ടാക്ട് ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും നയമാൻ കുഷ്ഠരോഗിയായിരുന്നു. എന്നാൽ നയമാന്റെ വീട്ടിനകത്ത് അന്നത്തെ കാലത്ത് ഇസ്രായേലുമായി യുദ്ധം ചെയ്ത് അവിടുന്ന് കവർച്ചപ്പടയായി ഒരു പെങ്കൊച്ചിനെ, ഒരു ബാലികയെ, ഒരു മകളെ അടിമയായി പിടിച്ചോണ്ട് വന്നിരുന്നു വീട്ടുജോലി ചെയ്യിക്കാൻ. അന്നത്തെ കാലത്ത് വീട്ടുജോലി ചെയ്യിക്കാൻ അടിമകളെ കൊണ്ടുവരുമായിരുന്നു. അടിമയായി ഒരു പെങ്കൊച്ചിനെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ഒരു പെങ്കൊച്ച്, വീട്ടുജോലി ചെയ്യുന്ന ഒരു കൊച്ച്. ആ പെങ്കൊച്ച് നയമാന്റെ ഭാര്യയോട് ഒരു ദിവസം പറഞ്ഞു, യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ. ശമരിയയിലെ പ്രവാചകൻ ആരാന്നറിയാമോ? എലീശ. ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവന്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു. ഒരു ക്യാപ്റ്റന്റെ ഭാര്യയുടെ അടുക്കൽ ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെങ്കൊച്ചു പറയുകയാണ്, യജമാനൻ ഇനി എത്ര ബന്ധങ്ങളുണ്ടെങ്കിലും, യജമാനൻ ഇനി എത്ര വലിയ പുള്ളിയാണെങ്കിലും ഈ കുഷ്ഠരോഗം മാറ്റാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. അവക്കൊരു സത്യം അറിയാം. എലീശ എന്ന് പറയുന്ന മാൻ ഓഫ് ഗോഡ്, എലീശ എന്ന് പറയുന്ന പ്രൊഫറ്റ് പ്രാർത്ഥിച്ചാൽ, ആ ദൈവദാസൻ പ്രാർത്ഥിച്ചാൽ, ആ ദൈവദാസന്റെ പ്രാർത്ഥനയിൽ ഒരു ഡെലിവറൻസ് ഉണ്ടാകുമെന്ന് എവിടെ വെച്ചോ, ഇസ്രായേലിൽ എവിടെ വെച്ചോ ഈ മകൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവളുടെ കുടുംബത്തിൽ ആരോ അത് അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ അറിഞ്ഞ സത്യം പറയാതിരിക്കുകയും അസത്യങ്ങൾ മനുഷ്യൻ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ വായു മൂടിയിരിക്കുകയും ചെയ്യുന്നതാണ്. നയമാന്റെ ഭാര്യ നയമാനോട് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെങ്കൊച്ച് എന്നോട് പറഞ്ഞു, അങ്ങ് ശമരിയയിൽ, ഇസ്രായേലിൽ എലീശ എന്ന് പറയുന്ന ഒരു പ്രൊഫറ്റ് ഉണ്ട്, ഒരു ദൈവദാസനുണ്ട്, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുഷ്ഠരോഗം മാറുമെന്നാണ് ആ പെങ്കൊച്ച് പറഞ്ഞത്. എന്തായാലും നിങ്ങൾ പോണം. ചില ഭാര്യമാരാണ് അവരുടെ ഭർത്താക്കന്മാരുടെ വിടുതലിന്റെ കാരണം. ചില സഹോദരിമാരാണ് അവരുടെ വീടിന്റെ നന്മ. ഈ സഹോദരി, ഞാൻ ക്യാപ്റ്റന്റെ ഭാര്യയാണ്, നീ എൻ്റെ വീട്ടിൽ ചായ ഇടാൻ നിൽക്കുന്ന, അടുക്കളപ്പണിക്ക് നിൽക്കുന്ന പെങ്കൊച്ചാണ്, നിന്നോട് ഇത് ആര് പറഞ്ഞു എന്നോട് പറയാൻ? ഇറങ്ങിപ്പോ കൊച്ചേ എന്ന് പറഞ്ഞ ഒരു അഹങ്കാരിയായ, ഒരു ധിക്കാരിയായ ഒരു സ്ത്രീ ആയിരുന്നു നയമാന്റെ ഭാര്യയെങ്കിൽ അവളുടെ ഭർത്താവ് മരണം വരെയും കുഷ്ഠരോഗിയായിരുന്നേനെ. ഈ സഹോദരി നയമാനെ ശമരിക്ക് പോകാൻ എൻകറേജ് ചെയ്തു. ഈ നയമാൻ ആ സഹോദരി പറഞ്ഞ വാക്കനുസരിച്ച് ശമരിക്ക് ചെന്നു. ശമരിക്ക് ചെന്ന് പ്രവാചകനായ എലീശായെ കണ്ടു. എലീശ
ആത്മതലത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, നീ പോയി ആ ജോർദനിൽ 7 തവണ 7 പ്രാവശ്യം നീ കുളിക്കണം. അപ്പോൾ നിന്റെ ദേഹം മുൻപിലത്തേത് പോലാകും, നീ ശുദ്ധനാകും. എങ്കിലും അദ്ദേഹം ഇതനുസരിച്ച് യോർദാനിൽ പോയി 1, 2, 3, 4, 6 തവണ മുങ്ങി പൊങ്ങുമ്പോഴും ഈ 6 തവണയും തൻ്റെ ദേഹത്ത് ഈ മനുഷ്യൻ നോക്കുന്നുണ്ട്, ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ 7ാമത്തെ തവണ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുമ്പോൾ ബൈബിൾ പറയുന്നു, ഒരു ബാലകന്റെ ശരീരം പോലെ നല്ല സ്കിന്നായി. ഈ നയമാൻ ഒരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചു. എന്തോ പ്രഖ്യാപനം എന്നറിയാവോ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയല്ലാതെ വേറൊരു ദൈവം ഇല്ല. ഞാനും നിങ്ങളും പറയുന്ന പോലല്ല. ഒരു രാജ്യത്തിന്റെ പരമോന്നത പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഡിക്ലറേഷൻ ആണ്. സിറിയ എന്ന് പറയുന്ന രാജ്യം മുഴുവൻ കേൾക്കുകയാണ്. നയമാൻ ദ ക്യാപ്റ്റൻ ആ രാജ്യത്തോട് പറയുന്നു, എന്നെ യാവേ എലോഹീം, യാവേ റാഫ, അവൻ എന്നെ സൗഖ്യമാക്കി. വിശ്വസിച്ചോ? യഹോവയല്ലാതെ വേറൊരു ദൈവം ഇല്ല. ഇത് ഞാൻ ഈ രാജ്യത്തോട് പറയുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ആ രാജ്യത്തിലെ മുഴുവൻ ആളുകളിലും ഇത് എത്തുകയാണ്. ഇതിന് ദൈവം ഉപയോഗിച്ചത് ആരെയാ? ഇതിന് ദൈവം ഉപയോഗിച്ചത് ഒരു വലിയ പാസ്റ്ററെ അല്ല, ഒരു പ്രവാചകനെ അല്ല, ഒരു വീട്ടു ജോലിക്ക് നിൽക്കുന്ന പെങ്കൊച്ചിനെ. ഇന്ന് നിന്റെ കുടുംബം നീ നോക്കണ്ട, നിന്റെ മതം നീ നോക്കണ്ട, നിന്റെ സാഹചര്യം നീ നോക്കണ്ട, നിന്റെ കഴിവ് നീ നോക്കണ്ട. അറിഞ്ഞ സത്യം അറിയിക്കാൻ തയ്യാറായാൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അറിഞ്ഞ സത്യം അറിയിക്കാൻ തയ്യാറായാൽ ദേശത്തിൽ, രാജ്യത്തിൽ ദൈവം നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റും.